അയാള് പറയുന്ന ജാനകിയാണോ നമ്മളെയൊക്കെ കബളിപ്പിച്ചിരിക്കുന്ന ഈ മീനാക്ഷി എന്ന് അറിയണ്ടേ? ആർക്കാണ് അറിയേണ്ടത്? നിനക്കോ? എനിക്കും അറിയണം. അറിഞ്ഞേ പറ്റൂ. നിനക്കറിയണോ? നിനക്കെന്താ അറിയേണ്ടത്? അവനെ കൊണ്ടുവന്നത് നീയാണോ എന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. ഇനി എന്റെ കുടുംബം കലക്കുന്ന എന്തേലും പരിപാടി നിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ജനിപ്പിച്ച ഞാൻ തന്നെ നിന്നെ അങ്ങ് തീർക്കും. മാറി. എന്താ പ്രകാശേട്ടാ, എന്താ സംഭവിച്ചത്? പ്രകാശേട്ടൻ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അച്ഛൻ എന്തിനാ പ്രകാശേട്ടനോട് ഇത്ര ദേഷ്യപ്പെട്ടത്? അച്ഛൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്റെ തലയിലെടുത്ത്. അല്ലെങ്കിലും വീടിന്റെ ഉത്തരവാദിത്തം എടുത്ത് തലയിൽ വെക്കുന്ന മക്കൾക്ക് ഇത് തന്നെയാണല്ലോ അവസാനം കിട്ടുന്നു. പ്രകാശേട്ടന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് എനിക്കറിയുന്നതാണല്ലോ. അച്ഛനെ ഇത്രത്തോളം ദേഷ്യപ്പെടുത്താൻ പ്രകാശേട്ടൻ അച്ഛനോട് എന്ത് ചെയ്തു എന്ന് അറിഞ്ഞാ മതി. അച്ഛന് സ്വന്തം മക്കളെക്കാൾ വിശ്വാസം വേറെ പലരോടും അല്ലേ? പ്രകാശേട്ടാ, അങ്ങനെ ഒരച്ഛൻ കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാര് മക്കള് തന്നെയാ. അതേടി, എല്ലാ കുറ്റവും പ്രകാശന്റെ തലയിൽ ചാർത്തി തന്നേക്ക്. ജനിപ്പിച്ച തന്തയുടെ കാര്യം പോട്ടെ, എന്റെ ചെലവിൽ കഴിയുന്ന ഭാര്യ പോലും എനിക്ക് ശത്രുവല്ലേ? അറിയേണ്ട കാര്യങ്ങൾ മാത്രം തൽക്കാലം നീ അറിഞ്ഞാ മതി. അല്ലെങ്കിൽ തന്നെ കാര്യം അറിഞ്ഞാലും നീ അച്ഛന്റെ പക്ഷത്ത് തന്നെയാണല്ലോ നിൽക്കുന്നത്. സ്വന്തം ഭർത്താവിന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന നീ ഒരു ഭാര്യയാണോടി? പ്രകാശേട്ടൻ ചോദിച്ചത് ശരിയാ. ഭർത്താവിന്റെ കയ്യിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിലും ഭാര്യമാര് ഭർത്താക്കന്മാരുടെ പക്ഷത്ത് വേണം നിൽക്കാൻ. അങ്ങനെയുള്ളൊരു ഭാര്യയായിരുന്നു ഞാനും. പ്രകാശേട്ടനെ ദൈവത്തെ പോലെ കണ്ട് പ്രകാശേട്ടന് വേണ്ടി വാദിച്ചിരുന്നൊരു ഭാര്യ. പിന്നെ എന്താ മാറിയതെന്ന് പ്രകാശേട്ടൻ തന്നെ ചിന്തിച്ചു നോക്ക്. ജന്മം നൽകിയ അച്ഛനെയും അമ്മയും കൂടെപ്പിറപ്പുകളെയൊക്കെ പണത്തിന്റെ തുലാസിൽ വെച്ച് അളന്നു നോക്കുന്ന ഒരാള് ഭാര്യയും അതേ തുലാസിൽ തന്നെ ആവില്ലേ അളക്കുന്നത്? താലി കെട്ടിയ ഭാര്യ പോലും എതിർപ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ ആരുടെ പക്ഷത്താവും തെറ്റെന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക്. എല്ലാവരുടെയും സന്തോഷാ ബിനുവേട്ടന്റെ സന്തോഷമെന്നാമേ ബിനുവേട്ടൻ പറഞ്ഞത്. അത് കൊള്ളാം. ബിനുവേട്ടന്റെ ഭാഷ മീനാക്ഷി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാണോ? അല്ല, അത് ഞാൻ ചമ്മണ്ട. ബിനുവേട്ടന്റെ ഭാഷ ഞങ്ങൾക്ക് പച്ചവെള്ളം പോലെ മനസ്സിലാവും. ബിനുവേട്ട സംസാരിക്കാത്ത ആളാണെന്ന് തോന്നു പോലുമില്ല ഇവിടെ ആർക്കും. ഞങ്ങൾക്കില്ലേ ജിലേബി? നല്ല ജിലേബി എനിക്കൊന്നുകൊണ്ട് താ.
മോനെ കയ്യിലും മറ്റൊരു പൊതി. ഇതാർക്കാ വിനുവേട്ടാ? മാധവേട്ട, വിനുമോൻ ഇലയുടെ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാ. അമ്മയ്ക്കിത് കഴിക്കാനാവില്ലെന്ന് അറിഞ്ഞിട്ടും അമ്മ അവനെ ഒഴിവാക്കിയിട്ടില്ല. ഈ ഐസ്ക്രീം ആർക്കാ? എനിക്കാണോ? പിന്നെ